Hi children, a hearty welcome to the discussion class for the latest Keam examination. ഇന്ന് കീം പരീക്ഷയായിരുന്നു. എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് വാസ് ആൻ ഈസി പേപ്പർ. നല്ലൊരു പരീക്ഷയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. NCERT എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. NCERTക്ക് പുറത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. And many questions directly came from our material. നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യെസ്, നമുക്ക് ആ ചോദ്യങ്ങളിലൂടെ ഒന്ന് പോവാം. ഓക്കെ, വൺസ് അഗെയിൻ വാം വെൽക്കം ടു ദ ഡിസ്കഷൻ ഫോർ ദ കീം എക്സാമിനേഷൻ പാർട്ട്, കെമിസ്ട്രി പാർട്ട് ഓഫ് ദി എക്സാം 2022. റൈറ്റ്? യെസ്, ഒന്നാമത്തെ ചോദ്യം. That is the 73rd question. The product formed when benzene diazonium fluoroborate heated with the aqueous sodium nitrite solution in the presence of copper is a direct reaction given in the NCERT. NCERT-യിൽ തന്നിരിക്കുന്ന ഡയസോണിയം സോൾട്ടിൻ്റെ അവിടെ NCERT-യിൽ തന്നിരിക്കുന്ന ഡയറക്റ്റ് റിയാക്ഷൻ ആണ്. All of you might have seen the reaction which is so given. Benzene diazonium chloride is converted to benzene diazonium fluoroborate. Benzene diazonium chloride converted to benzene diazonium fluoroborate, treating with NaBF4 HBF4, and subsequently it is interacting with the NaNO2 in presence of copper. And what will happen, all of you know, this NO2 is going to interact here, nitrogen will escape and NaBF4 is out to get the final result. That is nitrobenzene. The answer is nitrobenzene, option E. Option E, nitrobenzene is the answer. Right? That is a reaction available in the NCERT. I am sure all of you seen that reaction. Okay, reaction involving diazonium salts. Okay, next question. Polysaccharide. Polysaccharide. See, the answer is glycogen. Glycogen is a polysaccharide. Lactose is a disaccharide. Maltose is a disaccharide. Sucrose, glucose are monosaccharide. Glycogen, which is so-called reserve food, animal starch, that is a polysaccharide. ഏതൊക്കെ പോളിസാക്കറൈഡ് നമ്മൾ പഠിക്കുന്നത്? സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, ഗ്ലൈക്കോജൻ ഉണ്ട്. NCERT-യിൽ ഈ മൂന്നെണ്ണമാണ് പഠിക്കുന്നത് അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം. Which of the following is added to commercial salt to control hypothyroidism? കൊമേഴ്ഷ്യൽ സോൾട്ടിലേക്ക് ഹൈപ്പോതൈറോയിഡിസം കൺട്രോൾ ചെയ്യാൻ ആഡ് ചെയ്യുന്ന സോൾട്ട് ഏത് എന്നാണ് ചോദ്യം. യെസ്, കൊമേഴ്ഷ്യലി സ്പീക്കിംഗ് പൊട്ടാഷ്യം അയോഡൈഡ് ആവാം, സോഡിയം അയോഡൈഡ് ആവാം, പൊട്ടാഷ്യം അയോഡൈറ്റ് സൊല്യൂഷൻ ഇഞ്ചെക്ട് ചെയ്യാം, അതൊക്കെയാണ് കൊമേഴ്ഷ്യലി ചെയ്യാം. പക്ഷെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബൈൻഡിങ് ടു NCERT എടുത്താൽ NCERT-യിൽ കൃത്യമായിട്ട് പറയുന്നു സോഡിയം അയോഡൈഡ് ആണ് അവിടെ റെഫർ ചെയ്തിട്ടുള്ളത്. സോ വി വിൽ സെലക്ട് സോഡിയം അയോഡൈഡ് ഈവൻ ദോ പൊട്ടാഷ്യം അയോഡൈഡ് ആവാം. പൊട്ടാഷ്യം അയോഡൈറ്റ് ഇഞ്ചക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. റൈറ്റ്? NCERT-യിൽ സോഡിയം അയോഡൈഡ് റെഫർ ചെയ്തിട്ടുണ്ട് വിത്ത് ദ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. എവിടെയാ മക്കളെ നോക്കണ്ടേ? ഹോർമോൺസ് എന്ന ഏരിയയിൽ നോക്കുക കേട്ടോ. ഹോർമോൺസ് എന്ന ഏരിയയിൽ നോക്കുക. കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റൈറ്റ്. അടുത്ത ചോദ്യം. കൺവെയർ ബെൽറ്റ് മാനുഫാക്ചർഡ് ഫ്രം അപ്ലിക്കേഷൻസ് ഓഫ് പോളിമേഴ്സ്. പോളിമേഴ്സ് പഠിക്കുമ്പോൾ എല്ലാ കേസിലും യൂസസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസസിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ആൻസർ ഈസ് നിയോപ്രീൻ. നിയോപ്രീൻ്റെ അപ്ലിക്കേഷൻസ് ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. കൺവെയർ ബെൽറ്റിന് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ പർപ്പസസിലൊക്കെ കൺവെയർ ബെൽറ്റുകൾ, ഓരോ കമ്പോണൻസ് ഒരു മൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺവെയർ ബെൽറ്റുകളിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. റെഫർ. നെക്സ്റ്റ്.
Non-narcotic analgesic. Morphine, narcotic ആണ് അറിയാലോ. Codeine, narcotic ആണ്. Paracetamol is the answer. Answer is paracetamol. ബാക്കിയെല്ലാം narcotic ആണ്. Bithionol ഇവിടെ വിഷയമല്ല അറിയാലോ. Right, answer is paracetamol. Para-acetamidophenol. Right? അടുത്ത ചോദ്യം. Primary precursor of photochemical smog. Photochemical smog in the last paragraph എടുത്ത് വായിച്ചിട്ടുണ്ടാവണം. Photochemical smog in the last how can we control photochemical smog? Photochemical smog in the consequences എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. If you control the primary precursors like nitrogen dioxide and hydrocarbons, the secondary precursors like ozone, pan, etc. can be controlled. എന്ന് പറയുന്നുണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ എ. നൈട്രജൻ ഡയോക്സൈഡ് പ്രൈമറി പ്രിക്കർസർ ആണ്. ഹൈഡ്രോകാർബൺസ് പ്രൈമറി പ്രിക്കർസർ ആണ്. അതേസമയം ഓസോൺ അതിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. പാൻ അതിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. വേറെ കുറെ കമ്പോണൻസിനെ കുറിച്ച് ടെക്സ്റ്റിൽ റെഫർ ചെയ്യുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ എ. Highest number of oxygen atoms. Highest number of oxygen atoms. നോക്കൂ, ഓപ്ഷൻ എ 1 mole aluminum sulfate. Aluminum sulfate Al2SO4 thrice. I am sure you understand 1 mole contain എത്ര? There are 12 അല്ലേ? 12 moles of oxygen atom. 12 moles of oxygen atoms. 1 mole aluminum sulfate Al2SO4 thrice. ഇനി ferrous sulfate FeSO4. 1 mole contain 4 and hence 2 mole contain 8 oxygen atoms. Third one, hydrogen peroxide 3 moles H2O2. 1 mole contain 2 and 3 mole contain 3 into 2 6. Then potassium permanganate KMNO4 എത്രയാ? It's taken 2 moles. 1 mole contain 4 and 2 mole contain 8. And the last one, 1 mole potassium dichromate K2Cr2O7. 1 mole contains 7 and it is 1 mole only. So it is 7. So the answer is maximum number of oxygen atoms. First option, aluminum sulfate. Option A, the correct answer. Okay. So number of moles present per mole of the. Just take the number of atoms present in a molecule. That will give you the answer. For example, how many moles aluminum in aluminum sulfate? 2 mole. How many moles sulfur? It is 3 mole sulfur. So 1 mole aluminum sulfate contain 2 mole aluminum, 3 mole sulfur and 12 mole oxygen. Like that. Okay. Next question. Does not illustrate law of multiple proportion. What is law of multiple proportion? When 2 elements combine to give more than one compound, the different masses of one of the element that combines with the fixed mass of the other will be in a simple ratio. So when 2 elements combine to give more than one compound, 2 elements combine to give more than one compound. The answer is option D. H2O and H2S does not satisfy multiple proportion. Because there referred is hydrogen, oxygen and hydrogen sulfide. Here nitrogen, oxygen, copper, oxygen, iron, oxygen, nitrogen, oxygen. So when 2 elements combine to give more than one compound, that is a reference. Answer is option D. Okay. Next. A dinegative ion of element X. Dinegative ion of element X consists of 10 electrons and 8 neutrons. A dipositive ion of element X consists of 12 protons. Number of neutrons in Y is 1.5 times number of electrons in X. Then mass number of X and Y in the ratio. എന്താ കാണണ്ടേ?
mass number of x and y in the ratio. This is what we need to find out. What is given? Di-negative element x, x2 minus contain 10 electrons. Therefore, x contain 8 electrons. x2 minus contain 10 electron എന്ന് പറഞ്ഞാൽ x contain 8 electron. പിന്നെ and 8 neutrons. And 8 neutrons. The di-positive element Y consists of 12 protons. This consists of 12 protons. 12 protons. Number of neutrons in Y is 1.5 times number of electrons in X. Number of electrons in X is 8. Number of electrons in X minus alla X. It is 8. എന്ത് വരും? 12 എന്ന് വരും. Isn't it? Now, mass number of X and Y in the ratio. Mass number of X എത്ര വരിക? Mass number of X. There are 8 electron means 8 proton in the neutral atom and 8 neutron, it is 16. What about in Y? 12 protons and 12 neutrons. 12 protons, 12 neutrons. Mass number is proton plus neutron. Mass number is proton plus neutron. ഇവിടെ 8 electron means 8 proton and 8 neutron, 16 nucleons. That is mass number. And Y 12 protons and 12 neutrons, it is 24. You get 16 is to 24. That is 2 is to 3. Option B, 2 is to 3 will be the answer. 16 is to 24 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? റൈറ്റ്. പക്ഷെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. റൈറ്റ്. അടുത്ത ചോദ്യം. Particle of mass given moving with a velocity given the de Broglie wavelength in Armstrong ആണ് ചോദ്യം. H തന്നിട്ടുണ്ട്. You know how to do. What is the formula? Lambda equal to H by mv. H എത്രയാ? 6.6 into 10 power minus 34. Mass എത്രയാ? 6.6 into 10 power minus 31 kilogram തന്നെയല്ലേ? Yes, kilogram. Into velocity എത്രയാ? 10 raised to 7. 10 raised to 7 meter per second തന്നെയല്ലേ? യൂണിറ്റുകൾ ചെക്ക് ചെയ്യണം കേട്ടോ. യൂണിറ്റുകൾ ചെക്ക് ചെയ്യണം. കറസ്പോണ്ടിങ് യൂണിറ്റ് വേണം ചെയ്യാൻ. Now just cancel and find out how much you're going to get. ഇത് നേരെ ക്യാൻസൽ ആയി. അപ്പൊ ഇവിടെ എന്താ വരിക? മൈനസ് എത്രയാടോ? മൈനസ് 3 എന്ന് വരും അല്ലേ? മൈനസ് 3. ഈ 10 raised to 7 മുകളിലോട്ട് പോയാൽ എന്ത് വരും? മൈനസ് 10 എന്ന് വരും. അപ്പൊ 10 പവർ മൈനസ് 10 എന്നായി. എന്തായി? 1 into 10 പവർ മൈനസ് 10. 1 into 10 പവർ മൈനസ് 10 മീറ്റേഴ്സ് എന്ന് വെച്ചാൽ 1 ആംസ്ട്രോങ്. എന്ന് വെച്ചാൽ 1 ആംസ്ട്രോങ്. ഓപ്ഷൻ എ. വളരെ സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ? വളരെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. റൈറ്റ്. അടുത്ത ചോദ്യം. From the following correct structure, chloroxylenol and terpineol constituent of Dettol. ഡെറ്റോളിനെ കുറിച്ച് NCERT പറയുന്നുണ്ട്, ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ക്ലോറോക്സൈലിനോൾ ആൻഡ് ടെർപിനിയോൾ സ്ട്രക്ചർ NCERT ഉണ്ട്. ദിസ് ഈസ് ക്ലോറോക്സൈലിനോൾ ആൻഡ് ദിസ് ഈസ് ടെർപിനിയോൾ. ആൻസർ ഈസ് ഓപ്ഷൻ എ ആൻഡ് സി. Answer is option A and C. D is the answer. This is chloroxylenol. NCERT text reference on, I mean structure കൊടുത്തിട്ടുണ്ട് കേട്ടോ. This is terpineol. Right? ഇതറിയാലോ? ബൈത്തയോണോൾ. Right? ഇത് എന്തായാലും ടെക്സ്റ്റിൽ റെഫർ ചെയ്തിട്ടുള്ള ഒരു മോളിക്യൂൾ അല്ല, അറിയാമെന്ന് വിചാരിക്കുന്നു. യെസ്. നെക്സ്റ്റ്. അടുത്തതും ഒരു പ്രോബ്ലമാണ്. ഫാസ്റ്റ് മൂവിംഗ് പാർട്ടിക്കിൾ ഓഫ് മാസ് ഗ്രാംസിലാണ്, ശ്രദ്ധിച്ചോളനെ. ക്യാൻ ബി ലൊക്കേറ്റഡ് വിത്ത് ആൻ ആക്യുറസി ഓഫ് 1 ആംസ്ട്രോങ്.
അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ് കാണേണ്ടത്. എച്ച് തന്നിട്ടുണ്ട്. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി കാണണം. ദാറ്റ് ഈസ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4 പൈ. അറിയാമല്ലോ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4 പൈ. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് എം ഡെൽറ്റ വി എച്ച് ബൈ 4 പൈ. Therefore, delta V equal to h by 4 pi delta x m. Substitute and find out. H എത്രയാ? 6.6 into 10 power minus 34 into 4 3.14. പിന്നെ delta x എത്രയാ? Delta x given 1 Armstrong. So it is 1 into 10 power minus 10 into mass എവിടെ? 6.6 into 10 power minus 28 gram ആണ് കേട്ടോ. അപ്പോൾ minus 31 kilogram എന്ന് വരണം. Right? Upon substitution, what do you get? Upon working out, ഇത് cancel ആയില്ലേ? ഇത് cancel ആയില്ലേ? -3 വന്നില്ലേ? Yes. ഇനി ഇതും cancel ആയി. അപ്പം എന്തായി? -7 ആയി. -7 ന്യൂമറേറ്ററിലേക്ക് പോയപ്പോ 7 ആയി. ഇനി എന്താ ഉള്ളത്? 1/4 എന്ന് വെച്ചാൽ 0.25 into 10 raised to 7 എന്ന് വെച്ചാൽ 25 into 10 raised to 5 divided by 3.14 ഉണ്ട് by 3.14 ഉണ്ട് കേട്ടോ. ഏകദേശം എത്ര വരും? 8 വരും. So it is in the range of 8 into 10 raised to 5. Oh, the correct value is available. 8 into 10 raised to 5. അപ്പോൾ എല്ലാം 8 ആ കൊടുത്തിരിക്കുന്നത്. നോക്കുക, പവർ മാത്രം ചെക്ക് ചെയ്താൽ മതി. വി ഡോണ്ട് ഹാവ് ടു വർക്ക് ഔട്ട്. പവർ മാത്രം ചെക്ക് ചെയ്താൽ മതി. പവർ ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 10 raised to 5. Right? Hope you got what the way I have calculated. Whichever way you calculate, go for approximation technique. At the same time, keep an eye in the options. കാരണം എങ്ങനെയാണ് ഓപ്ഷൻസ് എന്ന് അറിഞ്ഞാലേ എത്രമാത്രം അപ്രോക്സിമേഷൻ ചെയ്യണം എന്നുള്ളത് പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. റൈറ്റ്. അപ്പൊ ഇവിടെ എന്തായാലും വർക്കൗട്ട് ചെയ്യുന്നതിൽ യാതൊരു പ്രസക്തിയില്ല. പവർ മാത്രം അറിഞ്ഞിരുന്നാൽ ആൻസർ ആയി. പക്ഷെ പവർ ചെക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഒറ്റ നോട്ടത്തിൽ അറിയാലോ. SF6 എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. SF6 എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. എക്സ്പാൻഡഡ് ആണ്. And the answer is aluminum chloride. This is the answer. Aluminum chloride, all of you know, aluminum chloride belongs to group 13 and is having only 6 tet. 6 electrons ഉള്ളൂ അല്ലേ? 2, 4, 6. There are 6 electrons surrounding aluminum. Is it right? Now what about the others? This is electron precise and this is again expanded. What about this? അവിടെയോ? ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉള്ള ആൾ അവിടെ ഉണ്ട് കേട്ടോ. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉള്ള ആൾ അവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരിക്കലും ഒക്ടറ്റ് പോവില്ല, അറിയാലോ. ഹൈഡ്രജൻ കനോട്ട് ഗോ ഒക്ടറ്റ്. ഇറ്റ് ക്യാൻ ഓൺലി ഗോ ഫോർ ഡ്യൂപ്ലറ്റ്. അപ്പൊ അവിടെ ഒക്ടറ്റ് ഇല്ലാത്ത ആളുണ്ട്, പക്ഷെ അത് ആൻസർ അല്ല. എന്തുകൊണ്ടല്ല? യു സീ ദാറ്റ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഇൻ ദ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൽ ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ടോ? 1 ഇവിടെ നോക്കുക, 2, 4, 6, 8. 2 ലോൺ പെയറും 2 ബോൺ പെയറും. സെൻട്രൽ ആറ്റത്തിൽ ഒക്ടറ്റ് ഉണ്ട്. സെൻട്രൽ ആറ്റത്തെ കുറിച്ചാണ് റെഫറൻസ്. ഇവിടെ സെൻട്രൽ ആറ്റത്തിൽ 6 ടെറ്റേ ഉള്ളൂ. എങ്ങനെ 6 ടെറ്റ്? 2, 4, 6. Is it clear? Right. അടുത്ത ചോദ്യം. SP2 to SP3. SP2 SP3 ആവണം. SP2 SP3 ആവണം. I am sure all of you know this is SP3. SP3 changing. അപ്പോൾ SP2 ഇവിടെ നോക്കുക. SP2 എന്താവണം? SP3 ആവണം. Look at this. This is SP3.
അപ്പൊ അത് ആൻസർ അല്ല. ദിസ് ഈസ് sp3, ആൻസർ അല്ല. ആൻഡ് ദിസ് ഈസ് sp2 ആൻഡ് ദിസ് ഈസ് sp3. Aluminium chloride AlCl3 trigonal planar, it is sp2 and that will turn AlCl4 minus sp3, and this is what happening. You have seen many times. It is AlCl3 is absorbing Cl minus and is converted to AlCl4 minus. That is the distinct Lewis acid character performed by aluminum chloride, which make use in many of the organic reactions, including. അറിയാമല്ലോ, റൈറ്റ്. ഇനി ബാക്കിയുള്ളതൊക്കെയോ? ഇത് വാട്ടർ മോളിക്യൂൾ sp3 ആണ്, PCl3 sp3 ആണ്. So we want sp2 on left hand side. sp2 becoming sp3. That's possible only in one case. Okay, next. Dipole interaction energy between rotating polar molecules. Dipole interaction. Stationary polar molecules ആണെങ്കിൽ E proportional to 1 by r raised to 3. Rotating moving polar molecules ആണെങ്കിൽ proportional to 1 by r raised to 6. Answer is option E. അതേസമയം അയോണിക് ഇൻട്രാക്ഷനോ ഹൈഡ്രജൻ ബോണ്ടിങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആർ സ്ക്വയറിലേക്ക് പോവാം. അയോണിക് ഇൻട്രാക്ഷൻ ഒക്കെ വരുമ്പോൾ 1 by r സ്ക്വയറിലേക്ക് പോവാം. അപ്പോൾ മൂവിങ് പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ 1 by r raised to 6. സ്റ്റേഷനറി പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ 1 by r raised to 3. ശ്രദ്ധിക്കണം. ഇറ്റ്സ് there in the NCERT. അടുത്ത ചോദ്യം. We have BCC structure, metallic radius given and length of unit cell. Edge length of unit cell ആണ് ചോദ്യം. For BCC, all of you know it is 4r is equal to root 3a. The body diagonal root 3a is equal to 4r. So what is a? അപ്പൊ a എന്താ മക്കളെ? It is 4r by root 3. That is 4 into എത്രയാ? 346.4 divided by root 3 എന്ന് പറഞ്ഞാൽ 1.732 something, right? Yes. എന്തായി? This is approximately 20 times, right? ശരിയല്ലേ? 3.4 ആണെങ്കിൽ 2 times ആയി. 346 ആണെങ്കിൽ 20 times. 20 times into 4, the answer is 800. Simple calculation. കാര്യമായിട്ട് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനില്ല. ഓപ്ഷൻ ബി എന്ന് കിട്ടും. നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ നോക്കുക. 1.7 346, 1.7 3.4 2 times, 346 20 times, 20 into 4 800. Clear? Next. Standard enthalpy of formation methane, carbon dioxide, water. Given the amount of heat liberated when 3.2 gram methane gas is burned under standard conditions is. You know what is the equation for burning methane? CH4 plus O2. You get CO2 plus 2H2O, 2 oxygen. How to find the enthalpy of this reaction? It's given enthalpy of formation. The formula is taught in the classes. Enthalpy of reaction will be sum of enthalpy formation of products minus sum of enthalpy formation of reactants. Right? എത്രയാ enthalpy formation of products? ഇവരുടെ രണ്ടാളുടെയും വാല്യൂ കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ എത്രയാ? It is minus 393. That is 1 mole. Water molecule minus 286 into 2 ചെയ്യാൻ മറക്കരുത്. പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് in the classes. കാരണം it is 2 mole. This is for 1 mole. This is per മോളിലാണ്. അപ്പോൾ 2 മോളിന് എടുക്കണം. Minus that of methane. എവിടെ? Minus 75. Right? എത്ര വരും? This is minus 393 minus എത്രയാ? minus 572, correct അല്ലേ?
Yes, minus 572 plus 75. എന്ത് വരും മക്കളെ? ഇത്രയും വരും അല്ലേ? പ്ലസ് 75 ചെയ്താൽ എത്ര വരാം? എത്ര വരാം? 890 എന്ന് വരും. മൈനസ് 890 ശരിയാണോ? 5 യെസ് 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 890 എന്ന് വരും. ഇത്രയുമാണ് എനർജി ലിബറേറ്റഡ് ഫോർ 1 mole. 1 mole methane burning, that is the heat liberated. 1 mole methane burning, 1 mole methane, you know, it is 16 gram. For methane, the molar mass is 16. For 1 mole burning, this is the data. That is for 16 gram, this is the data. That means for 32 gram, it is 890 into 2. For 3.2 gram, how much? It is asked for 3.2 gram. How much it is? 89 into 2. Because by 10. You see, 16 gram, 890 you will get by this calculation. Okay. 32 gram into 2. 3.2 gram by 10. So it is 890 into 2 by 10 means 89 into 2. What is the answer? 178. Option E. Option E, 178 is the answer. Hope you understand. Right? It's a typical question from the chapter thermodynamics. Next. Wow. CP-CV relation, Mayer's relation, known to all. Known to all. ഒരാളും തെറ്റിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. CP minus CV equal to R. Therefore, the answer is CP equal to CV plus R. Direct question. Alle? Next. The reaction which proceeds rarely. Reaction which proceeds rarely. That means we have a very low quantity of product. Very low quantity of product. Suppose the equilibrium constant value is very high. That means the reaction farthest to completion. Suppose the equilibrium constant value is very low. That means the product is very low, the reactant is very high. Suppose a moderate level, the reactants and products are 50-50. You know that. So where we have reaction rarely proceeding, here the Kc value is very high. This is 57, lower than this. This is 31, very high, higher than this. This is minus 31, this is 18. So the answer is option D. Option D is the answer where the Kc value is very low in the order of minus 31 range, 10 power minus 31 range, very low K value. That means the products are very low. The equilibrium is far towards the left hand side. Ariyalo, right. Adutha chodyam. Wow. Application of equilibrium, characteristics of equilibrium constant. മൂന്ന് പ്രധാനപ്പെട്ട characteristics പഠിപ്പിച്ചിട്ടുണ്ട്. When you reverse a reaction, K becomes 1 by K. When you multiply an equilibrium reaction with the N, the K becomes K raised to N. When two reactions are multiplied, multi-step reaction, when you add the reactions, K value gets multiplied. പഠിപ്പിച്ചിട്ടുള്ളതാണ്. Right? Here what we do. Here what we do. The point is, from these two equations, we need to get this. അപ്പോൾ എന്ത് വേണോടാ? 2a. നമുക്ക് a മതി. അപ്പോൾ ഇത് by 2 എടുക്കണം. So the first equation we should take by 2. എന്ന് വെച്ചാൽ k എന്താവും? Raised to ആവും. അല്ലേ? K raised to half എന്നാവും. സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു 4 കിട്ടി. ഇനി എന്താ വേണ്ടത് നമുക്ക്? ഇനി എന്താ വേണ്ടേ? റൈറ്റ് സൈഡ് എക്സ് വേണം. 2x ആണുള്ളത്. അപ്പൊ ഇതും by 2 എടുക്കണം. ഇതും by 2 എടുക്കണം. ഇവിടെ by 2 എടുത്താൽ മതിയോ എന്നൊക്കെ തോന്നും. മതി, കാരണം ഇവിടെ ഒരു b ഉണ്ട്. അപ്പൊ by 2 എടുത്താൽ മതി. ഇവിടെ ഒരു b ക്യാൻസൽ ആവും. ഹാഫ് b ഇവിടുന്ന് ക്യാൻസൽ ആവും. അപ്പൊ ഇവിടെയും b എന്ന് മാത്രമായിട്ട് വരും. by 2 ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ഇതിന്റെ സ്ക്വയർ റൂട്ട് 5 എന്ന് കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും. ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ k വാല്യൂ
എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദി ഓവറോൾ k for this will be k equal to k1 into k2, that is option E, 20 എന്ന് കിട്ടും. So first equation you take half, second equation you take half, add ചെയ്യാം, you get the requisite equation in the question. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന്റെ ഹാഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ k യുടെ സ്ക്വയർ റൂട്ട് എടുക്കുക, 4 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ k വാല്യൂന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, 5 എന്ന് കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 4 20 എന്ന് കിട്ടും. റൈറ്റ്? അടുത്ത ചോദ്യം. ഓക്സിഡേഷൻ നമ്പർ പാരഡോക്സ് ടെക്സ്റ്റിലുണ്ട്. നമ്മുടെ ആ പെട്ടിക്കകത്തുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. Paradox, oxidation number paradox, right? It is Br3O8. The structure is like this. This is the structure. എല്ലാവരും ഈ സ്ട്രക്ചർ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. So what is the oxidation number? -2 -2 -2. അപ്പൊ ഇയാൾ എന്തായി? +6 ആയി. -2 അപ്പൊ ഇയാൾ എന്തായി? +4 ആയി. -2 -2 -2 അപ്പൊ ഇയാൾ എന്തായി? +6 ആയി. നമുക്ക് എന്താ നോക്കണ്ടേ? ആവറേജ് ആണ് ചോദ്യം. കിട്ടോ? നോക്കടാ. 6 10 16/3 ബ്രോമിന് 16 16/3 ഓപ്ഷൻ എ എന്ന് കിട്ടും. റൈറ്റ്? And what is the actual oxidation state? Central bromine oxidation state +4 എന്നും മറ്റു രണ്ട് ബ്രോമിൻ്റെത് +6 എന്നുമാണ് ആക്ച്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആവറേജ് 16/3 എന്ന് വരും. അടുത്ത ചോദ്യം. റൈറ്റ്? നമ്മുടെ മെറ്റീരിയലിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടിട്ടില്ലേ? നമ്മുടെ മെറ്റീരിയലിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് എടുത്തു നോക്കുക. ഡിക്റ്റോ ക്വസ്റ്റ്യൻ എടുത്തു നോക്കുക. The standard electrode potential of some electrodes are given below. Iron, bromine, iodine, ഓരോ വാല്യൂസ് തന്നിട്ടുണ്ട്. Predict the reaction that is not feasible എന്നാണ്. എങ്ങനെയാണ് ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്യുക? പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു. We can check out whether this reaction is possible or not. മക്കളെ നോക്കടാ. Fe3 plus I minus giving I2 plus Fe2 plus. നോക്കൂ. Fe3 plus to Fe2 plus പൊട്ടൻഷ്യൽ എത്രയാ? +0.77. ഇനി I minus 2 I2 എത്രയാ പൊട്ടൻഷ്യൽ? I2 I minus 0.54 ആണ്. I minus I2 എത്രയായിരിക്കും? -0.54 ആയിരിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. വാല്യൂ കണ്ടുപിടിക്കൊന്നും വേണ്ട കേട്ടോ. രണ്ടും കൂടെ ആഡ് ചെയ്യുക. തിങ്ക് വെദർ ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ്. നെറ്റ് EMF പ്ലസ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, മൈനസ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. റൈറ്റ്? ഇവിടെ നോക്ക്. -0.54ഉം +0.77ഉം നെറ്റ് EMF പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സ്പോണ്ടേനിയസ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇവിടെ നോക്കുക. Fe3 plus Fe2 plus ആവുന്ന വാല്യൂ +0.77. I minus I2 ആവുന്ന വാല്യൂ I2 I മൈനസിന് +0.54 ആണ്. I minus I2 എത്ര വാല്യൂ? -0.54. ആഡ് ചെയ്യൊന്നും വേണ്ട. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇത് എത്ര വരിക? പ്ലസ് വരും. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. Upon investigation we can easily conclude which is the answer. Option ഏതാ? Ag reduces Fe2 plus. I think option C will come. നമുക്കൊന്ന് എഴുതി നോക്കാം. ഓപ്ഷൻ സി ഒന്ന് എഴുതി നോക്കാം. Ag പ്ലസ് Fe3 പ്ലസ് ഗിവിംഗ് Fe2 പ്ലസ് പ്ലസ് Ag പ്ലസ്. ഈ റിയാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വരുമോ ഇല്ലയെന്ന്. റൈറ്റ്? നമുക്ക് ഏകദേശം ഡാറ്റ നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. നോക്കാം. Ag പ്ലസ് ആവുന്ന വാല്യൂ എത്രയാ മക്കളെ? Ag പ്ലസ് ആവുന്ന വാല്യൂ Ag പ്ലസ് Ag ആവുന്നത് +0.8 ആണ്. Ag പ്ലസ് ആവുന്നത് -0.8 വോൾട്ട് ആണ്. Fe3 പ്ലസ് Fe2 പ്ലസ് ആകുന്നതോ +0.77. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആണോ പ്ലസ് ആണോ? ഇറ്റ് ഈസ് മൈനസ്.
So the EMF for this reaction comes out to be minus. That means it is non-spontaneous. ആ റിയാക്ഷൻ ഫീസിബിൾ അല്ല. റൈറ്റ്? അത് ശരിക്കും നമുക്ക് ഈ വാല്യൂ നോക്കിയാൽ തന്നെ അറിയാം. സംശയമുണ്ടെങ്കിൽ നമുക്ക് എഴുതി നോക്കാമെന്ന് മാത്രം. EMF ഓഫ് എ റിയാക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ്, നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ്. എന്താണ് ലോജിക്ക് എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. You know the very popular formula delta G is equal to minus NFE. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആവും. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. ഡെൽറ്റ ജി നെഗറ്റീവ് ആണ് സ്പോണ്ടേനിയസ്. ഇത് നെഗറ്റീവ് ആയാലോ മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആയി. അപ്പൊ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയി. സോ ഔട്ട് ഓഫ് ദ 5 choices, 1 choice you will get EMF as എന്താ നമുക്ക് വേണ്ടത്? നോൺ ഫീസിബിൾ ആണ്. ഒരു സ്ഥലത്ത് EMF നെഗറ്റീവ് എന്ന് കിട്ടും. അതാണ് ഉത്തരം. ഈ ചോദ്യം പ്രത്യേകം ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മെറ്റീരിയലിലെ ഡിക്റ്റോ ചോദ്യമാണ്. എടുത്തു നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഏതാ? സി കേട്ടോ. ഇതാണ് ആൻസർ. ബാക്കി ചോയ്സുകൾ നിങ്ങൾക്ക് എഴുതി നോക്കാം ഇതേപോലെ ആൻഡ് കൺഫേം. നെക്സ്റ്റ്. A chemistry teacher asked the students to prepare 20% by mass. Which of the solution does not confirm required composition? 20% mass എന്ന് വെച്ചാൽ 100-ൽ 20 വരണം. 100-ൽ 20 വരണം. എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ മക്കളെ? ഓപ്ഷൻ എ എടുത്തു നോക്കൂ. ഓപ്ഷൻ എയിൽ എന്താ വരാ? 6 gram urea, 24 gram water. So it is 6 divided by 6 plus 24, 30 into 100. 20% വരുമോ? 6 divided by 30 into 100. 20% വരില്ലേ? Yes, it will come 20%. നോക്കൂ, it will come 20%. എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നു. അടുത്ത ചോയ്സ് നോക്കൂ. ഓപ്ഷൻ ബി 20 gram dissolved in 80 gram water. So it is 20 by 80 plus 100. ഒരു സംശയവുമില്ല. അടുത്ത ചോദ്യം ഓപ്ഷൻ സി 10 gram urea in 10 plus 40 50. എത്രയാ? Again 20%. എല്ലാം 20% ആണല്ലോ. നമ്മുടെ ചോദ്യം എന്താ? ഡസ് നോട്ട് കൺഫേം എന്നാണ് കേട്ടോ. ഏതാണ് 20% കിട്ടാത്തത് എന്നാണ് ചോദ്യം. ഇതിൽ ഏത് കോമ്പോസിഷൻ എടുത്താലാണ് 20% വരാത്തത്? അപ്പൊ കറക്റ്റായി. എയിൽ 20% വന്നു, ബിയിൽ 20% വന്നു, സിയിൽ വന്നു. നമുക്കിനി ഡി നോക്കാം. ഡിയിൽ എന്താ? 4 gram യൂറിയ, 16 gram വാട്ടർ. 4/4 plus 16 എന്ന് പറയുമ്പോൾ 20 into 100. എടോ അതും 20% വരും. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യമില്ല. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ചെക്ക് ചെയ്യാം അല്ലെ? ചെക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ഇ. 15 gram യൂറിയ 15/30 എന്ന് പറയുമ്പോ 45 into 100. അപ്പോ 3 15 45. അപ്പൊ ഇവിടെ എത്ര വരിക? 33.3% എന്ന് വരും അല്ലെ? That is the answer. I mean, that is the one choice which doesn't satisfy 20% condition. And hence that is the answer. ചോദ്യം അതായിരുന്നു, ഇതിൽ ഏതാണ് 20% സാറ്റിസ്ഫൈ ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ഇ. അടുത്ത ചോദ്യം. വേപ്പർ പ്രഷർ ഓഫ് പ്യൂർ ലിക്വിഡ് എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്. കറക്റ്റ് വേപ്പർ പ്രഷർ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ XY ഇൻ ദ മോൾ റേഷ്യോ 3:2. ടെക്സ്റ്റിലൊക്കെ ഉള്ള നമ്മുടെ മെറ്റീരിയലൊക്കെ ഉള്ള സ്ഥിരം ചോദ്യമാണ്. റൈറ്റ്? എങ്ങനെയാ മക്കളെ ചെയ്യാം? പി സൊല്യൂഷൻ ഈക്വൽ ടു PX പ്ലസ് PY ഈക്വൽ ടു P0X XX plus P0Y XY. So what do you get? P0X എത്രയാ? 200 into XX എത്രയാ? 3:2 ആണ് കേട്ടോ. 3:2 ആണ്. That will be 3:2 means the mole fraction will be 3/3 plus 2 കേട്ടോ. 3/3 plus 2.
and the next is എത്രയാ 300 into 3:2 എന്ന് വരുമ്പോൾ എന്ത് വരും 2/3 plus 2. So how much you get? 200 into 3/5, 300 into 2/5 എത്രയുടെ വരിക? ഇവിടെ 40 ആയില്ലേ, 120 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടാം? 5 അല്ലേ, റൈറ്റ്, 60 കിട്ടൂല്ലേ, അതും 120 എന്ന് കിട്ടും. സോ 240 എന്ന് കിട്ടണം. ശരിയാണോ? 5, 40, 120, 60, 120, 240. യെസ്, എക്സാക്ട്ലി. ഓപ്ഷൻ ഡി എന്ന് കിട്ടണം. ഓപ്ഷൻ ഡി എന്ന് കിട്ടണം. 240 എന്ന് കിട്ടണം. റൈറ്റ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ റൗൾസ് ലോ. റൈറ്റ്, അടുത്ത ചോദ്യം. A reaction 3A giving products, concentration of A decreases from 0.4 to 0.1 in 20 minutes. The rate of decrease in A during this interval of, so rate of disappearance of A ആണ് കാണേണ്ടത്. Rate of disappearance of A, how do we do that? dA by dt. എങ്ങനെയാണോ ചെയ്യാം? It is A2 minus A1 by T2 minus T1. A2 A1 difference എത്രയാ? 0.4 to 0.1. So it is 0.3 divided by time എത്രയാ? 20 minutes. ആൻസർ വേണ്ടത് എങ്ങനെയാ? മിനിറ്റിലാണ് വേണ്ടത് കേട്ടോ. ആൻസർ വേണ്ടത് പെർ മിനിറ്റിൽ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? കഴിഞ്ഞില്ലേ? എത്ര വരാം? സോ ദാറ്റ് ഈസ് 0.3/20. ഡയറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ആൻസർ 0.015, 0.015, 0.3/20, 0.015. ശ്രദ്ധിക്കണം, റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ല കേട്ടോ. റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ല, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിരുന്നുവെങ്കിലോ ഒരു 1/3 കൂടെ വരും. R is equal to minus dA by dt into 1/3 എന്ന് വരും. ഇതിന്റെ 1/3 ആയിരിക്കും എന്താ? റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ എന്ത് വരും? ആൻസർ വല്ലതുണ്ടോ? ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആയി കേട്ടോ. റേറ്റ് ഓഫ് റിയാക്ഷൻ ആണെങ്കിൽ ആൻസർ ഓപ്ഷൻ എ ആയി. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ? അറിയില്ല, ചെക്ക് ചെയ്യാട്ടോ. അടുത്ത ചോദ്യം. ഹാഫ് ലൈഫ് പീരീഡ് തന്നിട്ടുണ്ട് 20 മിനിറ്റ്. ടൈം ഫോർ 19. ഓ മൈ ഗോഡ്, നമ്മൾ ഡയറക്റ്റ് കണ്ടീഷൻസ് T 90%, 99.9%, 99%, T 70%, 75%, 80% എല്ലാം എഴുതി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ ഇല്ലേ? അതിൽ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. T 99.9% ഈസ് 10 times T half. എഴുതി തന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കുക. സോ വാട്ട് ഈസ് ദി ആൻസർ? What is the answer? T 99.9%. നോട്ട്ബുക്കിൽ കാണും. It is 10 times T half. So it is 10 times. Answer is 200. എവിടെ? Option B is the correct answer. Right? അടുത്ത ചോദ്യം. Critical temperature of some gases are given. Methane 190, ammonia 405, carbon dioxide 304, N-butane 425, dihydrogen 33. The gas that is absorbed to the maximum extent. The gas that is absorbed to the maximum extent. Absorption depends on the molecular attraction. Molecular attraction can be related to liquefaction tendency. Liquefaction tendency can be related to critical temperature. Higher the critical temperature, easier the liquefaction, easier the adsorption. Our answer? High critical temperature. Which is the answer? High critical temperature performed by N-butane 425. N-butane is the answer. Right? So maximum adsorption N-butane. അത് കഴിഞ്ഞിട്ട് ആരാ? അത് കഴിഞ്ഞാൽ അമോണിയ കേട്ടോ. അമോണിയ, then carbon dioxide, then methane and least dihydrogen. So the question, maximum adsorption N-butane, minimum ആരാ? Hydrogen. What is the order? N-butane കഴിഞ്ഞാൽ അമോണിയ, അമോണിയ കഴിഞ്ഞാൽ carbon dioxide, അത് കഴിഞ്ഞാൽ methane. So it is in the order of critical. Higher the critical temperature,
easier the liquefaction, easier the adsorption. Okay, next. Not true regarding physics option. Not true regarding physics option. This is a characteristics of physics option. പഠിപ്പിച്ചിട്ടുണ്ട്. Not specific in nature. Characteristics of physics option. High activation energy needed. This is a characteristics of Chemis option. Chemis option also called activated adsorption. Activation energy വേണ്ടത് എവിടെയാ? Chemis option ആണ്, physics option അല്ല. Right? Answer is option C. Not a characteristics എന്ന ചോദ്യം. ബാക്കി രണ്ടും ഫിസിക്സ് ഓപ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. അടുത്ത ചോദ്യം. മാച്ച് ദ ഫോളോയിങ്. സലൈൻ ഹൈഡ്രൈറ്റ്. സലൈൻ ഹൈഡ്രൈറ്റ്. ഇതിലിപ്പോ സലൈൻ ഹൈഡ്രൈറ്റിന് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ. A with 3. A with 3. അപ്പോൾ ഇത് കട്ടായി. ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഒരെണ്ണേ ഉള്ളൂ. 4. B with 4. A3B4. A3B4 we get the answer. A3B4 we get the answer option D. രണ്ടെണ്ണം നോക്കിയാൽ ആൻസർ ആയി. ഇനി ബാക്കിയുള്ളത് ചെക്ക് ചെയ്യാം നമുക്ക്. C2 തന്നെയല്ലേ മക്കളെ? ഇലക്ട്രോൺ പ്രിസൈസ്. ഇലക്ട്രോൺ പ്രിസൈസ്. യെസ്, മീഥെയ്ൻ. D5 തന്നെയല്ലേ? ഇലക്ട്രോൺ റിച്ച്. Yes, water molecule is electron rich. E1 metallic hydride. Yes. Clear? രണ്ട് ചോയ്സ് ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ ആയി കേട്ടോ. അടുത്ത ചോദ്യം. A metal dissolved in liquid ammonia to give blue back solution. അറിയാലോ, ആൽക്കലി മെറ്റൽ, ആൽക്കലൈൻ എർത്ത് മെറ്റൽ, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 മെറ്റൽസ് ആണ് ഈ പരിപാടി കാണിക്കുന്നത്. അറിയാലോ, യു ഗെറ്റ് എ ബ്ലൂ കളേർഡ് സൊല്യൂഷൻ, എ പാരാമാഗ്നറ്റിക് സൊല്യൂഷൻ, എ ഗുഡ് ഇലക്ട്രിക്കലി കണ്ടക്ടിങ് സൊല്യൂഷൻ. പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതാടോ? അലുമിനിയം അല്ല, ഗാലിയം അല്ല, കാൽസ്യം. കാൽസ്യം ഈസ് ഗ്രൂപ്പ് 2 എലമെന്റ്. Calcium is group 2 element. That gives the answer. Right? Alkali metals and alkaline earth metals. S block elements refer ചെയ്യാം. Dissolution in liquid ammonia. What is the observations? പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. NCERT question. Does not produce dinitrogen. Yes, question from the preparation of dinitrogen. Thermal decomposition of ammonium dichromate. Chemical volcano experiment. പഠിപ്പിച്ചിട്ടുള്ളതാണ്. Preparation for dinitrogen. Thermal decomposition of ammonium dichromate. Green colored chromic oxide കിട്ടും, വാട്ടർ കിട്ടും, expulsion of nitrogen ഉണ്ടാവും. Chemical volcano experiment ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് barium acide. Barium acideും sodium acideും. The decomposition of barium acide, sodium acide used for producing very pure nitrogen. ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? ഓട്ടോമൊബൈൽ വെഹിക്കിൾസിൽ സേഫ്റ്റി എയർ ബാഗ്സിൽ ഉപയോഗിക്കുന്ന കെമിക്കലാണ് മെറ്റൽ അസൈഡ്, ബേരിയം അസൈഡ്, സോഡിയം അസൈഡ്. അതെങ്ങനെയൊക്കെയാ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇതെല്ലാം ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് വെരി പ്യൂർ നൈട്രോജൻ. ആ രണ്ട് മെത്തേഡാണ്. Treating aqueous solution of ammonium chloride. This is there in the NCERT. Answer is option E. Answer is option E. Thermal decomposition of ammonium nitrate. Ammonium nitrate എന്താ മക്കളെ തരിക? Ammonium nitrate, what do you get? ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? There will be expulsion of water molecule. എത്ര വാട്ടർ മോളിക്യൂൾ പോകും? 4 ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ 2 വാട്ടർ മോളിക്യൂൾ പോകും. So 2 water molecule out means 4 hydrogen and 2 oxygen out, and what you get is N2O, nitrous oxide കിട്ടും. Suppose at the same time if it is ammonium nitrite. Ammonium nitrate ആണെന്ന് വിചാരിക്കുക. എന്താ അവസ്ഥ? Ammonium nitrite ആയിരുന്നുവെങ്കിലോ again there is 2H2O out, 4 hydrogen, 2 oxygen out. Upon heating you get nitrogen gas. അമോണിയം നൈട്രൈറ്റ് ആണെങ്കിൽ ഓക്കെ. അമോണിയം നൈട്രൈറ്റിൽ എന്താ കിട്ടുക? നൈട്രസ് ഓക്സൈഡ് ആണ് കിട്ടുക. റൈറ്റ്? ബാക്കി എല്ലാം ടെക്സ്റ്റിൽ കൊടുത്തുള്ള റിയാക്ഷൻ ആണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കമ്പാരിസൺ എഴുതി വെച്ചിട്ടുണ്ട്. ഐ എം ഷുവർ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ഇൻ ദ നോട്ട് ബുക്ക്. ഓക്കെ, നെക്സ്റ്റ്. റെഫ്രിജറന്റ്. റെഫ്രിജറന്റ്
Frions, chlorofluorocarbons. Frions, chlorofluorocarbons. Option A. Right? Next. High volatility. Transition metal, high volatility. See, high volatile elements are zinc, cadmium, mercury. Zinc, cadmium, mercury. That is a volatile metal. അതിനെ ട്രാൻസിഷൻ മെറ്റൽ എന്ന് വിളിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ട്രാൻസിഷൻ മെറ്റൽ എന്നുള്ള ഡെഫിനേഷന് പുറത്താണത്. റൈറ്റ്? ട്രാൻസിഷൻ മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മാംഗനീസ് ഒക്കെ സെലക്ട് ചെയ്യേണ്ടി വരും. മാംഗനീസ്, ടെക്നീഷ്യം അതൊക്കെ വോളറ്റൈലിറ്റി കുറഞ്ഞതാണ്. ബട്ട് സ്റ്റിൽ ദ ഇന്റൻഡഡ് ആൻസർ ഐ ഷുഡ് സ്ട്രോങ്ലി ബിലീവ് ഇറ്റ് ഈസ് ഓപ്ഷൻ ഇ. Zinc, cadmium, mercury, they are volatile metals. They are volatile metals. Melting point ഒക്കെ കാണിച്ചിരിക്കുന്നതിലൊന്നും അവരുടെ ഡാറ്റയൊന്നും ഇല്ല. And you know, mercury, the one and only liquid metal. അറിയാലോ. Next. Wow, another question from the NCERT. We had a detailed discussion about this. Which one? Mn3 plus act as a good oxidizing agent, while Cr2 plus is a reducing agent, even though they have D4 system. NCERT question. NCERT question. What is happening? What is happening? Mn3 plus, you know, manganese atomic number 25 maintaining D5S2 configuration. D5S2 configuration. Therefore, Mn3 plus means D4 configuration. Now, chromium atomic number 24, you know, D5S1 configuration, and Cr2 plus is again D4 configuration. The point is that Mn3 plus from D4, it will go to Mn2 plus, that is D5. Mn3 plus will accept one electron and will go to Mn2 plus. And where it is converted to D5 system, we know what is the point with the D5 system. It is exactly half-filled configuration stability. നമുക്ക് അറിയാവുന്നതാണ് മാംഗനീസിന് ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ് +2 പോകും. ഇനി ക്രോമിയം ആണെങ്കിലോ, ക്രോമിയം what will happen is it will release one more electron and is converted to chromium 3 plus. അപ്പൊ അത് പോകുന്നത് D3ലേക്കാണ്. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി D3ലേക്കാണ് പോവുക. ക്രോമിയത്തിന്റെ ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ് +3 സ്റ്റേറ്റ് ആണ്. നമുക്ക് അറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ക്രോമിയം +3 ആണ് റെഫർ ചെയ്യുന്നതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് അതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ടെക്സ്റ്റിലുള്ള കണ്ടന്റ് ആണ്. ടെക്സ്റ്റിലുള്ള it is due to D5 stability in case of manganese and chromium. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഏതാ? There is T2G3 configuration EG0. The half-filled configuration in T2G in case of Cr3 plus. ടെക്സ്റ്റിലുള്ളതാണ്. നമ്മളത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള മുൻപ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next. Very simple question. Very simple question. We have isomerism over here. എന്താ പേര് പറയാ? Linkage isomerism. Linkage isomerism. Ambidentate ligands produces linkage isomerism. One is connected like this, one is connected like this. One is connecting with the nitrogen, the other is connecting with the oxygen in this case. NO2 is a ambidentate ligand. അടുത്ത ചോദ്യം. Not an ore of iron. Option A. Option A. Magnesite. അറിയില്ലേ മക്കളെ? Magnesite MgCO3. ടെക്സ്റ്റിലുണ്ട് മാഗ്നസൈറ്റ് MgCO3. നോട്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എടുത്ത് നോക്കാം. മാഗ്നസൈറ്റ് MgCO3. This is hematite, oxide ore of iron, oxide ore of iron. അയൺ കാർബണേറ്റ് സിഡറേറ്റ് പഠിച്ചിട്ടുണ്ട്. അയൺ പൈറൈറ്റ്സ്, കോപ്പർ അയൺ പൈറൈറ്റ്സ്, സൾഫൈഡ് ഓർസ്. അടുത്തത് ഓവറോൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് given. What is the overall stability constant? Overall stability constant here given dissociation constant. So K dissociation given 5 into 10 power minus 12. Therefore, K stability constant, it is 1 by K dissociation constant, 1 by 5 into 10 power minus 12. എത്രയുടെ വരാം?
1/5 എന്ന് വെച്ചാൽ 0.2 ഇൻറ്റു 10 പവർ -12 മുകളിലോട്ട് പോകും 12 ആവും. അപ്പോൾ 5 ഇൻറ്റു 10⁻11 എന്നാവും ഓപ്ഷൻ ബി. ശരിയല്ലേ? 0.2 ബി അല്ല 1/5 എന്ന് പറയുമ്പോൾ 0.2 ഇൻറ്റു 10 പവർ 12 എന്ന് വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു 10 പവർ 11 എന്ന് വരും അല്ലേ? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്? ഇതും NCERT യിലുള്ള ചോദ്യമാണ്. റൈറ്റ്? അടുത്ത ചോദ്യം. മാച്ച് ദ ഫോളോയിങ്. ആൽക്കെയിൻ എവിടെ മാച്ച് ചെയ്യാം? ആൽക്കെയിൻ നമുക്ക് 3 മാച്ച് ചെയ്യാം അല്ലെ? ആൽക്കെയിൻ 3 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഔട്ടായില്ലേ മക്കളെ? എ ഓപ്ഷൻ സി ഔട്ടായി. പിന്നെ ആലിസൈക്ലിക് കോമ്പൗണ്ട് ഇവിടെ മാച്ച് ചെയ്യാലോ അല്ലെ? 5 മാച്ച് ചെയ്യാം. 3 മാച്ച് ചെയ്തു, 5 മാച്ച് ചെയ്തു. 3ഉം 5ഉം മാച്ച് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്തു, പിന്നെ ഇതും കട്ട് ചെയ്തു. പിന്നെ ബി ആണോ ഡി ആണോ എന്ന് മാത്രമേ ഉള്ളൂ. ബെൻസീനോയിഡ് ആരോമാറ്റിക് ഏതാ കൊടുക്കുക? 1 കൊടുക്കാം അല്ലെ? 1 കൊടുക്കാം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. A3 B5 C1 ഓക്കെ. D2 കറക്റ്റ് അല്ലേ? നോൺ ബെൻസീനോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് tropolone. An example given in the text, tropolone. Heterocyclic furan. Tropolone NCERT യിലുണ്ട്, furan NCERT യിലുണ്ട്. എടുത്ത് നോക്കുക, ചാപ്റ്റർ 12 കണ്ടിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാ എല്ലാം. യെസ്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. എംപിരിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ അല്ലെ? കാർബൺ എത്രയാ? 38.71. ഹൈഡ്രജൻ എത്രയാ? 9.67. ബാക്കി ഓക്സിജൻ. ബാക്കി വരുന്നത് ഓക്സിജൻ എത്ര വരും? 100 മൈനസ് 38.7 പ്ലസ് 9.67 എന്ന് വരും. യെസ്, 38ഉം 39 ഒരു 40 48 49 റേഞ്ചിൽ അല്ലേ? 49 റേഞ്ചിൽ അവിടെ വരും. സോ വാട്ട് ഈസ് ദ വാല്യൂ? 38.7 by 12 എത്രയാണ് വരിക? ഏകദേശം ഒരു 3.3. ശരിയല്ലേ? ഇവിടെ 9.67 by 1 that is 9.67. 3 times. ഇവിടെ എന്താ വരിക? 40 something divided by 16. അപ്പൊ എന്താ? 16 അല്ലെ? സോ that is also will be coming 3.3. ഈ റേഞ്ചിലാണ് വരിക. വളരെ സിമ്പിൾ കാൽക്കുലേഷനാ. ഇവിടെ ഒരു 3.3 വരും, ഇവിടെ ഒരു 9.6 വരുന്നുണ്ട്, ഇവിടെ ഒരു 3.3 വരുന്നുണ്ട്. സോ യു ഗെറ്റ് 1:3:1 എന്ന് കിട്ടും. 1:3:1 റേഷ്യോയിൽ വരും കേട്ടോ. ഓപ്ഷൻ ബി എന്ന് കിട്ടും. 1:3:1 റേഷ്യോയിൽ വരും. ഓപ്ഷൻ ബി എന്ന് കിട്ടും. റൈറ്റ്? എംപിരിക്കൽ ഫോർമുല കാൽക്കുലേഷൻ, മോളിക്കുലർ ഫോർമുല കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. യെസ്, അടുത്ത ചോദ്യം. Only primary tertiary carbon atoms. Primary and tertiary. 2,2-dimethyl-butane. Option A. 2,2-dimethyl-butane. പ്രൈമറിയും ടെർഷ്യറിയും മാത്രം വരണം. Which of the following? 2 ആണ് അല്ലേ? 2 ആണ് കേട്ടോ. 2,2-dimethyl-butane. ഇത് പ്രൈമറി ആണ്. ഇതിൽ ക്വാർട്ടനറി വന്നു, ഔട്ട്. അടുത്തത് 3-methyl-pentane. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയും സെക്കൻഡറിയും വന്നു, ഔട്ട്. 2,3-dimethyl-butane. ഓപ്ഷൻ സി. 2,3-dimethyl-butane. പ്രൈമറി ടെർഷ്യറി. ഇതില് പ്രൈമറിയും ടെർഷ്യറിയും മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നോർമൽ ഹെക്സൈൻ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. 2-methyl-hexane. പ്രൈമറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. വരച്ചു നോക്കുക കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ്. Calculate the number of sigma and pi bonds in
2n propyl pent 1 in 2n propyl pent 1 in pentile 1 in 2n propyl pent 1 in എത്രയാ മക്കളെ വരിക? ഇവിടെ എല്ലാം കഴിഞ്ഞില്ലേ? ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. isn't it? അപ്പോ എത്ര സിഗ്മ ബോണ്ട്, എത്ര പൈ ബോണ്ട് എന്നാണ് ചോദ്യം. പൈ ബോണ്ട് ഒന്നേ ഉള്ളൂ, പൈ ബോണ്ട് ഒന്നേ ഉള്ളൂ. അപ്പൊ ആൻസർ എയും ഡിയും ഒരിക്കലും വരില്ല. സിഗ്മ ബോണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 23 സിഗ്മ ബോണ്ട് ഉണ്ട് കിട്ടും. 23 സിഗ്മ ബോണ്ട് ഏതാണ് വരിക? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 23 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Four isomeric monochlorides on photochemical chlorination. 4 എണ്ണം കിട്ടണം കേട്ടോ. 4 isomeric monochlorides. നോക്കൂ, 2-methyl propane. This is 2-methyl propane. ഓപ്ഷൻ എ. എത്ര എണ്ണം കിട്ടും മക്കളെ? ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇതും 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 ഒക്കെ സെയിം ആണോ? പിന്നെ ഇവിടെ ഒരെണ്ണം, 2 എണ്ണേ കിട്ടുള്ളൂ. ഓൺലി 2. ഇനി ഓപ്ഷൻ ബി എടുക്കൂ. N-butane. This is N-butane. 1 2 3 4. റൈറ്റ്. എത്ര എണ്ണം കിട്ടും? ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇതും ഇതും സെയിം ആണ്, ഇതും ഇതും സെയിം ആണ്. അവിടെയും 2 എണ്ണേ കിട്ടുള്ളൂ. നമുക്ക് 4 എണ്ണം കിട്ടണം കേട്ടോ. അടുത്തത് 2-methyl butane. ഓപ്ഷൻ സി. 2-methyl butane. ലെറ്റ് സി. ഇതും ഇതും സെയിം ആണ് കേട്ടോ. 1 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ. ദാറ്റ് ഈസ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അവിടെ 4 എണ്ണം കിട്ടും. നോക്കൂ, ഇവിടെ ക്ലോറിൻ വന്നാൽ ഒരു ഐസോമർ, ഈ കാർബണും ഈ കാർബണും സെയിം ആണ്. ഇനി ഇവിടെ ക്ലോറിൻ വന്നാൽ ഒരെണ്ണം, ഇവിടെ ക്ലോറിൻ വന്നാൽ ഒരെണ്ണം, ഇവിടെ ക്ലോറിൻ വന്നാൽ ഒരെണ്ണം. യു ക്യാൻ ഗെറ്റ് 4 ഐസോമേഴ്സ് ഇൻ ദാറ്റ് കേസ്. റൈറ്റ്. ദാറ്റ് ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following, when warming with water, you get a phenol? Option C. NCERT question 246. Trinitrochlorobenzene. When there are nitro groups coming, the nucleophilic attack enhances. When nitro groups coming at ortho para position, nucleophilic attack enhances. കണ്ടിട്ടുണ്ട്, NCERT യിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. See, 246 nitrochlorobenzene. Simply warming with the water, you can see that this chlorine is replaced by OH group. You see that the chlorine is replaced by OH group. അല്ലേ? ആ ക്ലോറിൻ മാറിയിട്ട് അവിടെ എന്ത് വരും? ഈ ക്ലോറിൻ പോയിട്ട് അവിടെ OH ഗ്രൂപ്പ് വരും. Simply by warming, you get a chlorine replaced by OH group. That the influence is due to the electron withdrawing effect of nitro group coming at ortho para positions. Only at ortho para position. Next. Resorcinol. Resorcinol എന്ന് വെച്ചാൽ 1,2 is 1,2 dihydroxybenzene catechol. 1,3 resorcinol. 1,4 quinol. പഠിച്ചിട്ടില്ലേ? It is 1,2 dihydroxybenzene. 1,2 dihydroxybenzene. Option C. ഓപ്ഷൻ സി അല്ലല്ലോ. 1,2 നമുക്ക് ഏതാ വേണ്ടേ? റിസോഴ്സിനോൾ ആണ് വേണ്ടത് കേട്ടോ. റിസോഴ്സിനോൾ. 1,2 എന്ന് വെച്ചാൽ കാറ്റക്കോൾ. 1,3 ഈസ് റിസോഴ്സിനോൾ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. 1,3. 1,3 ഈസ് റിസോഴ്സിനോൾ. 1,2 ഈസ് കാറ്റക്കോൾ. 1,4 ഈസ് ക്വിനോൾ. പഠിച്ചിട്ടുണ്ട്. റൈറ്റ്. നെക്സ്റ്റ്. Correct order of acidity of the following. Acidic character increases when electron withdrawing groups are present. അല്ലേ? അപ്പൊ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ്, മെറ്റാനൈട്രോ, പാരാനൈട്രോ, ഇവിടെ ക്രസോൾ. ക്രസോൾ എന്ന് വെച്ചാൽ
methyl phenol ആണ് അറിയാലോ. Cresol is methyl phenol. And methyl group is electron donating group. Electron withdrawing group increases the acidic character. That too at ortho para positions. Appo maximum ആരായിരിക്കും? Para. 3 will be maximum. So the order is 3 maximum. പിന്നെ even though at meta position nitro group, that is next. 1 next. പിന്നെ this is methyl phenol, where methyl group is electron donating and acidic character will drop. So adu കഴിഞ്ഞ വരേണ്ടത് phenol ആണ്. So it is 4 and 2 last. ഏതാ മക്കളെ ചോയ്സ് വരിക? ഏതാ ചോയ്സ് വരിക? 3 1 4 2. 3 1 4 2. Option A. 3 1 4 2. Option A. Right? Another question. So the point is, and with the pKa data given in the NCERT in the table. With the pKa data given in the NCERT in the table and the detailed investigation we did, various examples. Right? Next. Valeraldehyde. Valeraldehyde nu vechal 5 carbon atom pentanol. Pentanol is valeraldehyde. Eda pentanol. Option A. This is pentanol. ശരിയല്ലേ? 1 2 3 4 5. Yes, pentanol. That is valeraldehyde. Direct question. Next. Toluene on treatment with the chromic oxide in acetic anhydride gives. Option preparation of benzaldehyde. Etart's reaction ന്റെ താഴെ NCERT ൽ പഠിച്ചിട്ടുണ്ട്. Preparation of benzaldehyde. പക്ഷെ benzaldehyde എന്ന് എഴുതാൻ പാടില്ല കേട്ടോ. കാരണം ഇവിടെ ബെൻസൈലിഡിൻ ഡൈഅസറ്റേറ്റ് തന്നിട്ടുണ്ട്. And remember, further hydrolysis is not commended. So the answer is option B. You get benzylidin diacetate. You get benzylidin diacetate. Toluene treated with CrO3 and acetic anhydride. You will be getting benzylidin diacetate. You get a gem diacetate. ഇങ്ങനെ കിട്ടും. ബെൻസൈലിഡിൻ ഡൈഅസറ്റേറ്റ് ടെക്സ്റ്റിലുണ്ട്. അത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ബെൻസാൽഡിഹൈഡ് കിട്ടുക. അത് കമന്റ് ചെയ്തിട്ടില്ലല്ലോ, ഉണ്ടോ? ടോളുവീൻ ഓൺ ട്രീ അവിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഹൈഡ്രോളിസിസ് ഇല്ല. ഇത് കഴിഞ്ഞ് ഒരു ഹൈഡ്രോളിസിസ് നടത്തണം. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ എന്താ കിട്ടുക? ബെൻസാൽഡിഹൈഡ് കിട്ടും. അപ്പൊ ആൻസർ ബെൻസാൽഡിഹൈഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല കേട്ടോ. ഓപ്ഷൻ ബിയിൽ നിർത്താം. ബെൻസൈലിഡിൻ ഡൈഅസറ്റേറ്റ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ബെൻസാൽഡിഹൈഡ്. അപ്പൊ അങ്ങോട്ട് പോകണ്ട. ബെൻസാൽഡിഹൈഡ് പറഞ്ഞിട്ടില്ല, ഹൈഡ്രോളിസിസ് എന്നുള്ള കാര്യം മിണ്ടിയിട്ടില്ല. അപ്പൊ ഈ ബെൻസൈലിഡിൻ ഡൈഅസറ്റേറ്റ് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് ചോദ്യത്തിന്റെ ഉദ്ദേശം. റൈറ്റ്. അടുത്തത്, among methanamine, ethanamine, benzenamine, N-methyl aniline, N-dimethyl aniline, weakest and strongest base in aqueous phase. ഒരു സംശയവും വേണ്ട, കമ്പയർ ചെയ്യാൻ തന്നിരിക്കുന്നത് അലിഫാറ്റിക് ആരോമാറ്റിക് അമീൻസ് ആണ്. ആൻഡ് ഐ എം ഷുവർ ഓൾ ഓഫ് യു നോ aromatic amines are less basic than ammonia, while aliphatic amines are more basic than ammonia. ഇത് ഓരോന്നിന്റെയും PKB വാല്യൂ ഡാറ്റ വെച്ച് അനാലിസിസ് ഉണ്ട്. NCERT ൽ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. റൈറ്റ്. സോ വാട്ട് ഈസ് ദി ക്യാരക്ടർ? Aliphatic amines are more basic than ammonia, while aromatic amines are less basic than ammonia. അപ്പോ മെത്തനാമീൻ, എത്തനാമീൻ അവരെ നമുക്ക് ഇവിടെ എടുക്കാം. മെത്തനാമീൻ, എത്തനാമീൻ അവരെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നുള്ളത് ബെൻസിനാമീൻ. ബെൻസിനാമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിലീൻ ആണ്. പിന്നെ N-methyl aniline. N-methyl aniline. What is N-methyl aniline? N-methyl aniline means it will be like this. This is N-methyl aniline. Pinara N-dimethyl aniline. What is N-dimethyl aniline? This is N-dimethyl aniline. This is N-dimethyl aniline. അപ്പോൾ ഇതൊരു കാറ്റഗറി, അതൊരു കാറ്റഗറി. നമുക്ക് വേണ്ടത് എന്താ?
വീക്കസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ്. അപ്പൊ ആദ്യം വീക്കസ്റ്റ് നോക്കാം. വീക്കസ്റ്റ് ഈ ഭാഗത്താണ്. ഈ മൂന്നിൽ ആരാ വീക്കസ്റ്റ്? എന്താ സംശയം? ഒരു ഡൗട്ടും ഇല്ല, ഇയാളായിരിക്കും വീക്കസ്റ്റ്. കാരണം ഇയാൾക്ക് മീഥൈലിന്റെ സപ്പോർട്ടുണ്ട്, ഇയാൾക്ക് 2 മീഥൈലിന്റെ സപ്പോർട്ടുണ്ട്. സോ when you compare the three, this is high, this is next, this is minimum. നമുക്ക് വേണ്ടത് മിനിമം ആണ്. അപ്പോ ഈ കാറ്റഗറി മിനിമം, അതിൽ മിനിമം ആരാ? ഇയാളാണ്, ബെൻസിനാമിൻ. ഇനി ഇങ്ങോട്ട് വന്നാല് ഗ്രേറ്റസ്റ്റ് ആരാണ്? ഈ രണ്ടില് ഗ്രേറ്റസ്റ്റ് ആരാണ്? ടെക്സ്റ്റ് നോക്കിയിട്ടുള്ള ഡാറ്റ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഈഥൈലമീൻ ഈസ് മോർ ബേസിക് ദാൻ. PKA വാല്യൂ കുറവാ. ഈഥൈലമീൻ PKA വാല്യൂ കുറവാണ് മീഥൈലമീനെക്കാളും. സോ ദിസ് വിൽ ബി ഗ്രേറ്റർ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഏതാ വരണ്ടേ? ബെൻസിനാമീൻ മിനിമം ആൻഡ് എത്തനാമീൻ മാക്സിമം. Benzinamine minimum and ethanamine maximum, and the answer is option D. And that was the last question to be discussed from the Keam paper. വളരെ രസകരമായിട്ടൊരു പേപ്പർ ആയിരുന്നു എന്ന് തന്നെ പറയണം. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. റൈറ്റ്? അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഓരോ പോയിന്റ്സും അതേപോലെ വന്നിരിക്കുന്നു. നമ്മുടെ മെറ്റീരിയലുള്ള ചോദ്യങ്ങൾ അതേപോലെ വന്നിരിക്കുന്നു. ശ്രദ്ധിക്കുക. റൈറ്റ്? അപ്പൊ നമുക്ക് വേറൊരു ക്ലാസ്സിൽ പിന്നീട് കാണാം. ഓക്കെ, ബൈ, സീ യു.